ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ഷാജി തോമസ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇന്ന് കിസാൻ വാണിയിൽ പരിചയപ്പെടുത്തുന്നത് ബൈസൺവാലി പഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ശ്രദ്ധിക്കുന്ന ഒരു യുവ കർഷകനായ ഷാജി തോമസ് പാരിക്കപ്പള്ളിയാണ്. ഷാജി തോമസിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ഷാജി. നമസ്കാരം. ഷാജി കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ആക്ച്വലി കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞിട്ട് ഒരു അധിക വർഷങ്ങളായില്ല. ഞാൻ ഒരു ജോലിയിലായിരുന്നു. ഞാൻ ബ്ലഡ് ബാങ്കിൻ്റെ മോണിറ്ററിംഗ് ആയിരുന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ 4 ജില്ലകളിൽ. 2017 ഞാൻ VRS എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കാർഷിക വൃത്തിയിലേക്ക് പ്രധാനമായിട്ടും തിരിഞ്ഞത്. അപ്പോൾ ഈ പഠിക്കുന്ന കാലത്തൊന്നും കാർഷിക പ്രവർത്തനങ്ങളൊന്നും അല്ലെങ്കിൽ കൃഷിയിലൊന്നും ഏർപ്പെട്ടിരുന്നില്ലേ? പഠിക്കുന്ന കാലത്ത് അധികം നമ്മൾ കാർഷിക പ്രവൃത്തിയിൽ അങ്ങനെ ഏർപ്പെട്ടിരുന്നില്ല. അതിലേക്ക് അധികം ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. ചില സമയങ്ങളിലൊക്കെ ഇപ്പോൾ മുളകൊക്കെ പറിക്കുന്ന സീസണിൽ മുളക് പറിക്കാൻ കൂടാറുണ്ട്. കാപ്പിക്കുരു പറിക്കുന്ന സമയങ്ങളിൽ കാപ്പിക്കുരു പറിക്കാൻ കൂടാറുണ്ട്. ഏലം കൃഷിയിൽ ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിരുന്നില്ല. അതൊക്കെ വീട്ടിൽ നമ്മുടെ പിതാക്കന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സജീവമായിട്ട് കാർഷിക പ്രവർത്തനങ്ങൾ 2017 മുതലാണ് ചെയ്തു തുടങ്ങിയത് അല്ലേ? അതെ. ഇപ്പോൾ എന്തൊക്കെ കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഞാനിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഏലമുണ്ട്, കുരുമുളകുണ്ട്, കൊക്കോയുണ്ട്, കാപ്പിയുണ്ട്. ഇതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള കാർഷിക വരുമാനം. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷികൾ ചെയ്യുന്നുണ്ട്? നിലവിൽ 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ഉള്ളതെനിക്ക്. അതിൽ തന്നെ 2 ഏക്കറോളം ഭൂമി ഏലമാണ്. ഏലമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കൃഷി അല്ലേ? ഏതിനും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്? ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൂടാതെ 2 നാടൻ ഇനങ്ങളും എനിക്ക് ഉണ്ട്. നാടൻ ഇനങ്ങളിൽ വരുമാനം കുറവാണ്. പക്ഷേ ഈ വെയിലൊക്കെ വരുന്ന സീസണൊക്കെ ആണെങ്കിൽ അതാണ് പിടിച്ചു നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് അത് നിർത്താതിരിക്കുന്നത്. ഹൈറേഞ്ചിൽ എല്ലാവരും തന്നെ കൂടുതൽ കൃഷി ചെയ്യുന്ന ഞള്ളാനിയാണ്. ഈ ഞള്ളാനി ഏലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിട്ടാണ് ഷാജിക്ക് തോന്നിയിട്ടുള്ളത്? ഞള്ളാനിയുടെ പ്രത്യേകത അതിൻ്റെ വിളവ് കൂടുതലുണ്ടാവുന്നത്, ഏലക്ക കൂടുതലുണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈറേഞ്ചിൽ ഞള്ളാനിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലി നമ്മളത് അതിനുവേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വിളവ് നൽകാൻ ഈ ഞള്ളാനി ഏലത്തിന് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് ഞള്ളാനിയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മറ്റ് ഇനങ്ങളിൽ നിന്ന് അത്രയധികം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വരുമാനം, നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വിളവ് മറ്റ് ഇനങ്ങളിൽ നമുക്ക് ലഭ്യമാകാറില്ല. ഈ വേനൽക്കാലത്ത് ഞള്ളാനി ഏലത്തിന് കൂടുതൽ പരിചരണങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരാറുണ്ടോ? വേനൽക്കാലത്ത് സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമുള്ളത്, അതിന് ഏലത്തിന് എപ്പോഴും ജലത്തിനെ കഴിഞ്ഞും കൂടുതൽ ഈർപ്പമാണ് ആവശ്യം. അപ്പോൾ നമ്മുടെ ഭൂമി നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുന്നതിലുപരി ഈ ചെറിയ സ്പ്രിംഗ്ലർ വെച്ച് ഇതിൻ്റെ ചുവടുകളിൽ വെള്ളം ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ ഈർപ്പം കിട്ടിക്കൊണ്ടിരിക്കും. വലിയ ഫോഴ്സിൽ വെള്ളം ചെന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഭൂമി നനയുക അല്ലെങ്കിൽ ഒരു തണുപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൂ വിരിയുകയും കായ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വേനൽ കടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ മാർച്ച് ഒക്കെ പകുതി കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാകും, കാരണം വെള്ളം കിട്ടാതെ വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഏതായാലും വെള്ളം ഇതുവരെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യം നമുക്ക് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നനയ്ക്കാറുണ്ട്. ഇപ്പോഴും കുറച്ച് കാലമായിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും മിക്കവാറും ദിവസങ്ങളൊക്കെ നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ പൂ വിരിഞ്ഞ് കായ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നനയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് വെള്ളത്തിൻ്റെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മാർച്ച് 28 ശേഷമുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച്. മാർച്ച് 30 വരെ ഏതായാലും ഈ രീതിയിൽ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് നിൽക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഞള്ളാനി ഏലത്തിൻ്റെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമോ? ഞാനങ്ങനെ അതിലൊരു വിദഗ്ധനൊന്നുമല്ല, എങ്കിലും നമ്മുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞള്ളാനി നമുക്ക് സാധാരണ മഴ ലഭിക്കുന്ന മാസങ്ങളിൽ, ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളതിൻ്റെ അതിൻ്റെ മാതൃതട്ടയിൽ നിന്നും വേർപെടുത്തി പുതിയ ചെറിയ കുഴികളുണ്ടാക്കി അതിൽ നമ്മൾ വെക്കുകയും അതിൽ നിന്നും പെട്ടെന്ന് മഴക്കാലമായതുകൊണ്ട് തന്നെ അത് പിടിക്കുകയും ചെയ്യും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റേതായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ട്. DAP പോലുള്ള വളങ്ങൾ, അതുപോലെ തന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേര് പിടിക്കുകയും പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യും. ഒരു വർഷത്തെ പരിചരണം കൊണ്ട് നമുക്ക് നല്ല ഞള്ളാനി ഏലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.
എത്ര ചിമ്പ് വരെ ഈ ഒരു വർഷം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? 40 മുതൽ 80 വരെ ചിമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ പരിചരണത്തിനനുസരിച്ചാണത്. 40 താഴോട്ട് പോയാൽ ആ ചെടി ഒരു പരാജയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 40 മുതൽ 80 വരെ അല്ലെങ്കിൽ 100 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കുറഞ്ഞത് ഒരു 40 ചിമ്പെങ്കിലും നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് 40 അല്ലെങ്കിൽ 80 ഒക്കെ ചിമ്പുകളായി, അത് എത്ര നാളാകുമ്പോഴത്തേക്കും കായ്ച്ചു തുടങ്ങും? 40 ചിമ്പായി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊരു 22ാമത്തെ മാസം അല്ലെങ്കിൽ 23ാമത്തെ മാസം മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നുള്ളത് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ചിമ്പ് പറിച്ച് മാറ്റിയിടുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വിളവ് ലഭിക്കാറുണ്ട്, അധികം താമസിക്കാതെ ഉണ്ട്. അപ്പോൾ അതിനൊരു ഒരു വർഷം മാത്രം മതിയായിരിക്കും. പക്ഷേ ചെറിയ ചിമ്പുകൾ നമ്മൾ തവാരണ പോലെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് താമസം പിടിക്കും. ഞാൻ സാധാരണ ചെയ്യുന്നത് ചിമ്പ് മാറ്റിയിടുകയാണ്. അപ്പോൾ എനിക്ക് ഏതാണ്ടൊരു ഒരു വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു 1.25 വർഷം കൊണ്ട് തന്നെ അതിൻ്റെ വിളവ് ലഭിക്കാറുണ്ട്. ഒരു ചിമ്പിൽ നിന്ന് എത്ര ശരം വരെ ഉണ്ടാവാറുണ്ട്? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചിമ്പിൽ നിന്നും കുറഞ്ഞതൊരു സാധാരണഗതിയിൽ 2, 4, 5, 6 വരെ പോവാറുണ്ട് മാക്സിമം. അതിന് മുകളിലോട്ടത് വരാറില്ല. ഞള്ളാനി ഏലത്തിന് മറ്റ് നാടൻ ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും പരിചരണങ്ങൾ, അതുപോലെ വളപ്രയോഗം അല്ലെങ്കിൽ മരുന്ന് തളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വേണ്ടി വരാറുണ്ടോ? അതോ മറ്റ് നാടൻ ഇനങ്ങളെക്കാൾ കുറവാണോ അതിന് വേണ്ടി വരാറുള്ളത്? നാടൻ ഇനങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടെ പരിചരണം അതിന് ആവശ്യമാണ്, കെയറിങ് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് അതിനെ ചൂടിനെ അധികം അതിജീവിക്കാനായിട്ട് സാധിക്കില്ല. നാടൻ ഇനങ്ങൾ ചൂടിനെ കുറച്ചും കൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ചൂടിൽ ഈർപ്പം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം എത്തിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കരുത്തോടെ നിൽക്കും. ഈ വെള്ളം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലുള്ള വെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിൽ നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ജലം എത്തിക്കുക എന്നുള്ളതാണ്, ഈർപ്പം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ഇനി നമ്മൾ ഇതിൻ്റെ വളപ്രയോഗം അല്ലെങ്കിൽ മരുന്ന് തളിയൊക്കെ എങ്ങനെയൊക്കെയാണ്, എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഈ 2017 ശേഷം ആദ്യം വളപ്രയോഗം കറക്റ്റ് 30-ാം തീയതിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ വളപ്രയോഗത്തിൻ്റെ ഒരു അളവ് കുറച്ചു. കളകൾ ഉണ്ടായി വരാനായിട്ട് അങ്ങ് അനുവദിച്ചു. ഏലത്തിനകത്ത് സാധാരണ ഗതിയിൽ കളകൾ ഉണ്ടായി വരാറില്ല. പക്ഷേ ഞാനത് ഏലം കെട്ട് നിർത്തി അതിൻ്റെ സൈഡിൽ മണ്ണിൽ വെയിലടിപ്പിച്ച് കളകൾ ഉണ്ടായി വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും പല സ്ഥലങ്ങളിലും കളകൾ ഉണ്ടായി വരികയും ചെയ്തു. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അത് എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. കാരണം വളമിടാതെ അതുപോലെ തന്നെ മരുന്നടിക്കാതെ വിളവ് എന്തുമാത്രം ലഭിക്കുമെന്നുള്ള ഒരു പരീക്ഷണം നടത്തിയതാണ്. അതിൻ്റെ ഗുണഫലമായിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 12 മാസത്തോളം ഞാൻ മരുന്നടിക്കാതിരിക്കുകയും കൃഷിയിൽ നിന്നും ഒരു ഇച്ചിരി മാറി നിൽക്കുന്നത് പോലെ അത് ശരിക്കും കെയർ കൊടുക്കാതിരിക്കുകയും ചെയ്തു. പുതിയ വിളവെടുക്കുന്ന ഒരു സീസണായി കഴിഞ്ഞപ്പോൾ ഈ കാട് വെട്ടി നോക്കി കഴിഞ്ഞപ്പം നമ്മുടെ സാധാരണഗതിയിലുള്ള അതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് വള്ളിക്ക് നീട്ടം വെക്കുകയും തണ്ടുതുരപ്പൻ്റെ ആക്രമണം വളരെയധികം കുറവായിട്ടും കണ്ടു. കാരണം ആരോഗ്യമുള്ള ഇലച്ചെടികളിലേക്ക് തണ്ടുതുരപ്പൻ ആക്രമണം ചെല്ലാതിരുന്നതിന് കാരണം ഇതിലും കനം കുറഞ്ഞ മറ്റ് സസ്യങ്ങൾ, ഈ ഏലത്തെ കഴിഞ്ഞും കനം കുറഞ്ഞ മറ്റ് സസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തണ്ടുതുരപ്പനൊക്കെ ഇതിലേക്ക് മാറി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ചെടികൾക്ക് ഒരു കോട്ടം പറ്റിയില്ല. അത് മാത്രമല്ല ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു കേസാണ്, എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് ചെയ്തത്. ഇതിൻ്റെ ലൈഫ് എനിക്ക് കൂട്ടാൻ പറ്റി. അത് മാത്രമല്ല വള്ളിക്ക് നല്ല നീളം വയ്ക്കുകയും വള്ളിക്ക് നീളം വയ്ക്കുന്നതനുസരിച്ച് അതുപോലെ തന്നെ കായ ഉണ്ടാവുകയും ചെയ്തു. അത് മാത്രമല്ല മറ്റ് സസ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ തേനീച്ചകളുടെ ഒരു അപൂർവമായിട്ടുള്ള ഒരു വരവുണ്ടായി. ഇപ്പോൾ എൻ്റെ പറമ്പിൽ പല സ്ഥലങ്ങളിലും പ്രകൃതിയാ തന്നെ തേനീച്ചകൾ വന്ന് കൂട് കൂട്ടുകയും അതിലും കുറച്ചധികം തേൻ കൂട് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ഞാനതിൽ തേനെടുത്തപ്പോൾ തന്നെ അതിൻ്റെ റാട്ടുകളൊക്കെ അവിടെ തന്നെ നിക്ഷേപിക്കുകയും വീണ്ടും തേൻ വരാനായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തത്. പക്ഷേ അതിൽ കുറച്ചിടത്തൊക്കെ പരാജയം വിട്ടു. കാരണം നമ്മൾ നിക്ഷേപിച്ചിടത്തു നിന്നും പലയിടത്തുനിന്നും തേനീച്ചകളൊക്കെ വീണ്ടും വന്നില്ല, മാറിപ്പോയി. പക്ഷേ കുറച്ചിടങ്ങളിലൊക്കെ അത് നിലനിൽക്കുക ചെയ്തു. നമ്മൾ ചെയ്തതിൽ എന്തോ പരാജയം ഉണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ ഈ 2 ഏക്കറിലെ നമ്മുടെ കൃഷിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഒരു 4 ലക്ഷം രൂപയുടെ കുറവ് കോസ്റ്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 4 ലക്ഷം രൂപ കോസ്റ്റ് കുറഞ്ഞപ്പോൾ എനിക്കുണ്ടായ വരുമാന വർധനമെന്ന് പറയുന്നത് 4 ലക്ഷം രൂപ നമ്മുടെ അഡീഷണൽ ലാഭമായി. അപ്പോൾ ആ ലാഭത്തോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൽ കഴിഞ്ഞ് കൂടുതൽ ഉൽപ്പാദനം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഉൽപ്പാദനം കൂടാൻ കാരണം ഇതിൻ്റെ വള്ളിക്ക് നീട്ടം കൂടുകയും കൂടുതൽ കായ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഒരു കുഴപ്പം പറ്റിയതെന്ന് വെച്ചാൽ ഈ കായ്ക്ക് വണ്ണം കുറവായിരുന്നു, അതുപോലെ തന്നെ ചൊറിയുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ലാഭമായിരുന്നു. കാരണം സാധാരണ ഇതിൽ നമ്മൾ മരുന്നടിച്ച് ഇതെല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് ചെയ്തതിന് ശേഷം കായിൽ ചൊറി ഉണ്ടാവാതെ ഇരിക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. പക്ഷേ കായിൽ അങ്ങനെ ചെയ്തിട്ടും ചൊറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലേറ്റവും നല്ല ഫലപ്രദമായ പരിപാടി ഇതാണ്. ചെറുതായിട്ട് ചൊറി ഉണ്ടാവും, പക്ഷേ എങ്കിൽ പോലും വള്ളിക്ക് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നതിൽ കൂടുതൽ ഈൽഡ് കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഈ വർഷം അത് തന്നെ എൻ്റെ 1 ഏക്കർ സ്ഥലത്ത് വീണ്ടും അത് പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഈ വർഷം കൂടെ നോക്കുമ്പോൾ എനിക്കറിയാം. പക്ഷേ അതൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തിൻ്റെ വേര്
സാധാരണഗതിയിൽ നമുക്കൊരു 2.5 അടി കൂടുതൽ പോകാറില്ല. ഈ കാട് പിടിപ്പിച്ച സ്ഥലങ്ങളിൽ എൻ്റെ ഏലത്തിൻ്റെ വള്ളി ഏതാണ്ട് ഒരു 10 അടിക്ക് മുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്ര ചെയ്യുകയും ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ പൊടിവേര് പൊട്ടുകയും ചെയ്തു പോകാറുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ആംഗിൾ ഞാനതങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം എൻ്റെ ഒരു പാപ്പൻ 15 വർഷമായിട്ട് ഏലത്തിന് മണ്ണിടാറില്ല. അദ്ദേഹം എല്ലാ ചപ്പും മണ്ണിൽ തന്നെയാണ് ഇടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കാടുണ്ടാവാൻ നോക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ഈ ഏലത്തിൻ്റെ വേസ്റ്റുകളെല്ലാം ഈ പറമ്പിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ നല്ല ഈൽഡ് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം മരുന്നടിക്കുന്നുണ്ട്. ഞാൻ ആ മരുന്നടി നിർത്തിയെന്ന് മാത്രം. ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷേ അതെനിക്ക് ഭയങ്കരമായ റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരേക്കറിൽ വീണ്ടും വേറെ പരീക്ഷണം നടത്തുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു വർഷം ചെയ്ത ആ ഒരു പരീക്ഷണം ഞാൻ വീണ്ടും ഒരേക്കറിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഗുണം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എനിക്ക് ചെടി പോവാതിരിക്കും. കാരണം ചെടിയുടെ ആയുസ് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഇതിൽ ഒരു ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പം മിക്കപ്പോഴും ഉള്ളത് മാക്സിമം ഒരു 9 വർഷം അല്ലെങ്കിൽ 10 വർഷം 11 വർഷം അതിന് മുകളിലോട്ട് പോകാറില്ല. പക്ഷേ ഇങ്ങനെ പരീക്ഷിച്ച ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 20 വർഷം വരെ നിൽക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് 20 വർഷമായി. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കാലമേ ഉള്ളൂ. ഏതാണ്ട് 30 സെൻറ്റിൽ അദ്ദേഹം ഇത് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. പരീക്ഷണത്തിൽ ചെയ്തതല്ല, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാതെ കിടന്ന് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് ആയുസ് കൂട്ടാനായിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പരീക്ഷിച്ചത്. അങ്ങനെയാണ് ആയുസ് കൂട്ടാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല മെത്തഡായിട്ട് എനിക്ക് തോന്നി. ഞാനത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കോസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എല്ലാ വർഷവും ഇതിനകത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ തികച്ചും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വളപ്രയോഗങ്ങൾ കുറച്ച് നാമമാത്രമായ രീതിയിൽ പോലും മരുന്ന് കളിക്കാതെ വളരെ ജൈവികമായ അല്ലെങ്കിൽ ഓർഗാനിക്കായ രീതിയിലാണ് ആ സ്ഥലത്ത് കൃഷി ചെയ്ത് വരുന്നത് അല്ലേ? അതെ, അതൊരു പോസിറ്റീവ് ആംഗിളാണ്. ഇതിൻ്റെ ഒരു വേറൊരു ഗുണം കൂടെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണഗതിയിൽ മരങ്ങളുടെയൊക്കെ മണ്ട മുറിച്ചിട്ട് വെയിൽ തട്ടാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൈറ്റ് കൂടിയ മരങ്ങളുണ്ടല്ലോ, ഹൈറ്റ് കൂടിയ മരങ്ങൾ ഏലത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇത് വെട്ടേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാവ് പോലെയുള്ള മരങ്ങളൊക്കെയാണ് ചുവട്ട് തൊട്ട് അതിൻ്റെ ഏഹരങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ വെട്ടിയിടുമ്പോൾ ഇതിൻ്റെ ഈ ഏലത്തിൻ്റെ ചിമ്പും ഇതൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഈ ഹൈറ്റ് കൂടിയ മരങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഏലത്തിൻ്റെ ഇറക്കുന്നത് ഇതിൻ്റെ ഈ കൊമ്പ് മുറിച്ച് കളയുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് ഏലത്തെ സംരക്ഷിക്കാൻ പറ്റും. അത് എന്തൊക്കെ മരങ്ങളാണ് അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈൽവാക എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അത് വർഷങ്ങളോളം നിൽക്കുന്ന സാധനമാണ്. ഈൽവാകയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൈറ്റിലേക്ക് പോകും. ഏതാണ്ടൊരു സാധാരണ രീതിയിലുള്ള ഈൽവാകയാണെങ്കിൽ പോലും ഒരു 70 അടി അല്ലെങ്കിൽ 100 അടി വരെ. എൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഈൽവാകയ്ക്ക് ഒരു 100 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. അതിന് മുകളിലാണ് ഇതിൻ്റെ. അപ്പോൾ നോർമലി സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കിടയിലുള്ള സൂര്യപ്രകാശം കറക്റ്റ് എത്തിച്ചേരുകയും ചെയ്യും. കഠിനമായ ചൂടടിക്കുകയില്ല. അങ്ങനെ ചെയ്തതോടൊപ്പം തന്നെ നമ്മൾ ഈ വേനൽക്കാലങ്ങളൊക്കെ വരുന്ന സമയത്ത് കഠിനമായ വേനൽ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ എൻ്റെ ഏലത്തിൻ്റെ അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസസ് ബോർഡിൽ നിന്ന് എനിക്ക് പറഞ്ഞതനുസരിച്ച് 12 അടി ദൂരത്തിലാണ് ഞാൻ ഏലം നട്ടത്. അപ്പം അന്ന് തന്നെ ഒരുപാട് പേര് കളിയൊക്കെ സാധാരണ രീതിയിൽ 8 അടി കൂടുതൽ അകലത്തിനായിട്ട് നടാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വെച്ചാൽ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കാട് വളർത്തണമെങ്കിൽ ഏലത്തിൻ്റെ ഇതിൻ്റെ ഏഹരങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് വെയിലടിക്കില്ല. അപ്പോൾ അവിടെ കാടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാടുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നിലനിർത്താമെന്നുള്ളത്. കാടുണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് ഉണ്ടാവുന്നവർ ഇതിൻ്റെ വേര് ഓടും. ഇതിൻ്റെ വേര് ഓടിക്കഴിയുമ്പോൾ ഒരു മത്സരബുദ്ധി ഉണ്ടാവും ഏലത്തിന്. നമുക്ക് സാധാരണ ഇതിൽ എന്തിലായി കഴിഞ്ഞാൽ ഒരു മത്സരബുദ്ധി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേലത്തിൻ്റെ വേര് നമുക്ക് ഒരു 10 അടിക്ക് മുകളിൽ ഓടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓടിക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ഏലത്തിൻ്റെ ഈൽഡിങ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതെനിക്ക് മനസ്സിലായി എങ്ങനെയാലും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ചൂട് കുറയ്ക്കാനായിട്ട് വെള്ളം അതിൻ്റെ ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ചെയ്യുന്ന സമയത്ത് പറമ്പ് മുഴുവനായിട്ട് ഈർപ്പമാവണം. അത് ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ മാത്രമായിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ആ ഒരു സാധനം കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. ഒരു ഏലത്തിൻ്റെ വള്ളി പോകുന്നതോടൊപ്പം തന്നെ അടുത്ത ഏലത്തിൻ്റെ വള്ളിയും ഈ വള്ളിയോടൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു മത്സരം രണ്ടും കൂടെ നിരന്ന് പോവുകയും അപ്പോൾ അത് നല്ല രസമുള്ളതാണ്. ഞാൻ ഒരെണ്ണം ചെക്ക് ചെയ്തിട്ട് ഒരു വള്ളി സഞ്ചരിച്ച ദൂരം ഏതാണ്ട് ഒരു 18 അടിയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ആ വള്ളി അത് കളയാതെ കൊണ്ട് തന്നെ നിർത്തി. ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അതിൻ്റെ വള്ളി മുറിച്ച് കളാം എന്ന് പറഞ്ഞു. അത് മുറിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അത് എന്തേരം പോവും, എന്തേരം യാത്ര ചെയ്യും, ഒരു വള്ളിക്ക് എന്തുമാത്രം യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള പാതയിൽ കുറച്ചും കൂടെ പൊടിയാക്കിയിട്ട് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വള്ളി ഇങ്ങോട്ട് എത്തുമെന്ന് അറിയാനായിട്ട്. ഇത് വരുന്ന വഴികളിലേക്ക് നമുക്ക് ഇത് വരുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം, ഇപ്പം 2 അടി ആണ് ഇതിൻ്റെ വേരെങ്കിൽ ഈ 1 അടി മാറി 3ാമത്തെ അടിയിൽ കുറച്ച് ജലാംശം ഉണ്ടെങ്കിൽ ഈ വേര് അങ്ങോട്ട് എത്തും. അതിലെത്തിച്ചേരാനുള്ള യാത്രയാണ്, സ്മൂത്തായിട്ട് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വേര് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജലത്തിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ വളർച്ച കുറച്ചും കൂടെ സ്പീഡപ്പ് ആവുകയും ചെയ്യും. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ വേര് നീളുന്നതനുസരിച്ച് ഓരോ ചെടിയിൽ നിന്നുള്ള ആദായം നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പൊതുവെ കർഷകരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴൊക്കെ മരുന്ന് തളിക്കുന്നവരും അതുപോലെ വർഷത്തിലൊരു 3-4 തവണയൊക്കെ വളപ്രയോഗം നടത്തുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം പൊതുവെ കൂടി കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുറച്ചുകൂടെ വിഷമയമില്ലാത്ത ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കർഷകർ പൊതുവെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഷാജിയുടെ ഒരു അഭിപ്രായം? നമുക്ക് ഏലത്തിന് ശരിക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗങ്ങൾ നമ്മൾ ഒരുപാട് രാസവളം ഒരുപാട് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. DAP പോലുള്ള വളങ്ങൾ ചെയ്യുമ്പോൾ ചിമ്മുണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ DAPക്ക് പകരമായിട്ട് തന്നെ നമുക്ക് അല്ലാതെ തന്നെ ചിമ്മുണ്ടാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് അലിയുന്ന ഇലകളുണ്ട് മണ്ണിലേക്ക്. ആ ഇലകളിൽ നമ്മൾ ഈ ഏലത്തിൻ്റെ ഫസ്റ്റ് ലെയർ മണ്ണ് കഴിഞ്ഞാൽ അടുത്ത ലെയറായിട്ട് ഇത് വിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുകാൻ തുടങ്ങും. ആ ചീച്ചിൽ ഇത് ഈ DAPയുടെ ഫലം ചെയ്യും. അതുപോലെ തന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ എല്ലുപടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലുപടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ആസിഡ് ഒഴിച്ചിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് ഈ കടകളിൽ വെട്ടുന്ന എല്ലിൻ്റെ അവശിഷ്ടം ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ രീതിയിൽ ഈ സാധാരണ വീടുകളിലൊക്കെ ഈ കപ്പ പുഴുങ്ങാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കപ്പ പുഴുങ്ങാനായിട്ട് ബിരിയാണി ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ ഈ കപ്പ പുഴുങ്ങിയതിന് ശേഷം കിട്ടുന്ന എല്ല്, ഞാനത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയാണ്, അതൊരു കുഴിയിലിടുക. അതൊരു കുഴിയിലിട്ടിട്ട് 1 വർഷം കഴിയുമ്പോൾ പതുക്കെ മൂടിയിട്ടാൽ മതി. 1 വർഷം കഴിഞ്ഞിട്ട് ഇത് മാന്തി എടുക്കുമ്പം ആ എല്ല് അവിടെ കാണും, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് പൊടി കാണും. ഈ പൊടിയുടെ സാധനം എടുത്ത് ഏതെങ്കിലും ഈ ചെടിയോട് ചേർത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എല്ലുപൊടിയുടെ ഒരു സ്വാധീനം ഏലത്തിന് ഭയങ്കര ആരോഗ്യകരമായ ഒരു വളർച്ചയുണ്ടാകും. സാധാരണഗതിയിലുള്ള മിക്കവാറുള്ള ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ ശക്തി ഇതിന് കിട്ടും. ഞാനത് ഒരുപാട് ചെടികൾ ചെയ്തില്ല, പക്ഷേ ഒരു 10-12 ചെടികളിൽ ഞാനിത് കുറേ പ്രാവശ്യമായിട്ട് ചെയ്തു. ഞാൻ ഇതിനുവേണ്ടി തന്നെ ചെറിയ 2-3 കുഴികൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മാന്തുകയും ചെയ്യും, ഇത് കുഴിച്ചിടുകയും ചെയ്യും. അതിപ്പോൾ ഞാനൊരു 2 വർഷമായിട്ട് തുടങ്ങി വെച്ച പരിപാടിയാണത്. അപ്പോൾ അത് നല്ല ഫലവത്തായ പരിപാടിയാണ്. ഇതിൻ്റെ ഈ വെണ്ണഞ്ച് ആയിട്ടുള്ള സാധനങ്ങളല്ല സാധാരണ കപ്പ പുഴുങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ പീസാക്കിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പീസാക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ വേസ്റ്റും വരും. ആ വേസ്റ്റ് മാത്രം, എല്ല് മാത്രം നമ്മൾ എടുത്തിട്ട് അത് ഇതുപോലെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടുക. എന്നിട്ട് 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പൊടിഞ്ഞ് കിട്ടും. 1 വർഷം കഴിയുമ്പോൾ ഞാൻ എടുത്ത് നോക്കി, പക്ഷേ 1 വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പം അവിടെ ഇവിടെയൊക്കെ പൊടിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ മണ്ണുണ്ടല്ലോ, ഇതുമായിട്ട് ലയിച്ച മണ്ണുണ്ട്, ആ മണ്ണ് മാത്രം എടുത്ത് തളിച്ച് ചെയ്യുമ്പം നമുക്കതിനായിട്ടുള്ള ഒരു ഗുണം കിട്ടും. പിന്നെ മസൂറി നല്ലതാണ്, കാരണം മസൂറി ഒരിക്കലും ചെടിക്ക് കേടുവരുന്നൊരു സാധനമല്ല. നമ്മൾ ഈ രാസവളങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ചെടിക്ക് ആരോഗ്യത്തിന് കേടുവരുന്നതാണ്. മസൂരി നമ്മുടെ ഏലച്ചെടിക്ക് ഒരിക്കലും കേടുവരുന്നൊരു സാധനമല്ല. അതുകൊണ്ട് മസൂറിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും നമ്മൾ 1 വർഷം കൊടുത്താൽ പിന്നെ 1 വർഷത്തേക്ക് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് 1.5 വർഷം വളപ്രയോഗം ചെയ്താൽ മതി. വേറെ വളങ്ങളൊന്നും വേണ്ട ഏലത്തിന് വളരാൻ. ഇനി ഏലത്തിൻ്റെ വിളവെടുപ്പ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിവിടെ തദ്ദേശീയരായ തൊഴിലാളികളെ കൂട്ടിയാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ? നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ ചിലപ്പോഴൊക്കെ പണിക്ക് വിളിക്കാറുണ്ട്. എന്തെങ്കിലും ഒരുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള സമയങ്ങളിൽ അവർ വിളിക്കാറുണ്ട്. പക്ഷെ കായെടുക്കാനായിട്ട് അവർ വിളിക്കാറില്ല. അവരെടുക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എടുക്കുമ്പം അവർക്ക് കായുടെ ഒരു വിളവറിയില്ല. അവർ ഈ കൂടുതലെടുക്കും, പിഞ്ച് വല്ലാതെ കൂട്ടിയെടുക്കും. സത്യം പറഞ്ഞാൽ പിഞ്ച് കൂട്ടിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല, അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ കായെടുക്കാൻ വരുന്നവരോട് തന്നെ പറയുന്നത് പിഞ്ച് ആയിട്ടുള്ള എടുക്കരുത്. അത് തന്നെ വളരാനായിട്ട് സ്വാഭാവികമായ വളർച്ച എത്തിയിട്ട് അത് മൂത്തിട്ട് പറിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോഴും ഗുണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഞാൻ സാധാരണ ശ്രമിക്കാറുള്ളത്. ഇനി ഏലം നമ്മൾ ഒരുക്കിയൊക്കെ നിർത്തണമല്ലോ, അത് വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരാറുണ്ട്? ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏലം ഒരുക്കാറേ ഇല്ലായിരുന്നു. ഏലം ഒരുക്കുക എന്ന് പറയുന്നത് ഈ വേനൽക്കാല സമയത്ത് ഏലം ഒരുക്കി കഴിയുമ്പോൾ ഏലത്തിൻ്റെ ഡയറക്റ്റ് ചൂടടിക്കും. ഹെവി ആയിട്ടുള്ള ചൂടടിച്ച് കഴിയുമ്പം അതിന് വാട്ടർ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഏലത്തിന് വലിയ ഒരുക്കലൊന്നും വേണ്ട, തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വള്ളി ഉണ്ടാവുകയും ചിമ്പുണ്ടാവുകയും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക, ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് പ്രത്യേകം ഒരുക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ സാധാരണ ഇതിലൊരു വാഴ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഴയുടെ സൈഡിലെ വള്ളി കരിയുമ്പോൾ നമ്മൾ വലിച്ച് ചില ആൾക്കാർ വലിച്ച് താട്ടിടാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വാഴ നിവർന്ന് നിൽക്കുന്ന വാഴയാണ്. ഇതിൻ്റെ 4 സൈഡിലും ഇതിൻ്റെ ഈ വള്ളി താഴോട്ട് കിടക്കുമ്പം ഇതിൻ്റെ തടിക്ക് വെയിലേക്കില്ല, അതിലാണ് ഇതിൻ്റെ ജലാംശം ഇരിക്കുന്നത്. അപ്പോൾ അത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ അന്നത് പറഞ്ഞ പോലെ ഇതിൻ്റെ വള്ളി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഡയറക്റ്റ് വെയിൽ ഈ നമ്മുടെ എർത്തിലേക്ക് അടിക്കാതിരിക്കാനും വള്ളിയിലും പൂവിലും ഡയറക്റ്റ് വെയിൽ അടിക്കാതിരിക്കാനായിട്ട് ഒരുപാട് സഹായകരമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏലം കൃഷി ഇപ്പോഴത്തെ ഒരു വിലയ്ക്ക് അനുസരിച്ചിട്ട് ആദായകരമായിട്ടാണോ തോന്നുന്നത്? ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇപ്പോഴുള്ളത് ഒരു 1300 രൂപയാണ്. അതനുസരിച്ച് നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ചെറുകിട ഏല കർഷകർക്ക് മാത്രമാണ്. കാരണം ഏകദേശം എത്ര രൂപ വില ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്കൊരു 1800 മുകളിലേക്കുള്ള ഒരു റേഞ്ചിലുള്ള ഒരു വില കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം നഷ്ടമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇതിൻ്റെ വില വളരെ കുറഞ്ഞിരിക്കുകയാണ്. കുരുമുളക്, അതുപോലെ കൊക്കോയെ, കാപ്പിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കൃഷി. അതെല്ലാം ഈ ഏലത്തിൻ്റെ ഒപ്പം ഇടകലർത്തിയാണോ ചെയ്തിരിക്കുന്നത്, അതോ വേറെ വേറെ സ്ഥലങ്ങളിലാണോ? കുരുമുളക് ഏലത്തിനോട് ഇടകലർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഈ കുരുമുളക് ഏലത്തിനോട് ഇടകലർത്തി ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ചുവട്ടിൽ തണുപ്പ് നിൽക്കുന്ന കാരണം ചെടി നിൽക്കാറുണ്ട്. ഞാൻ ആദ്യകാലങ്ങളിൽ ഈ കുരുവാലം പോലെയുള്ള മുളകളായിരുന്നു, പക്ഷേ ഇപ്പം ഞാനത് പാടെ ഉപേക്ഷിച്ചു. ഈ കരിമുണ്ട എന്നുള്ള ഇനം മാത്രമേ ഉള്ളൂ. കരിമുണ്ട എന്നുള്ള ഇനം ആരോഗ്യപരമായ ചെറിയ വള്ളിയാണ് നമ്മൾ നടുന്നതെങ്കിൽ അത് പിടിച്ചു കയറും. അതിന് വർഷങ്ങളോളം കുറച്ച് കൂടുതൽ ആയുസ് കിട്ടും. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഒരു ചെടിയുടെ ആയുസ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. കുതിരവാലൻ എന്ന് പറഞ്ഞ ചെടി കയറി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം ആദായം കിട്ടും. 3-ാമത്തെ വർഷം അത് പോകും. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ലൈഫ് വളരെ കുറവാണ്. അതേസമയം കരിമുണ്ട എന്ന് പറഞ്ഞ ചെടി കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞതൊരു 15 വർഷം അതിൽ നിന്ന് ആദായം എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതലും ഞാൻ കരിമുണ്ടയാണ് ഇപ്പോൾ വളർത്തുന്നത്. കരിമുണ്ടിൽ തന്നെ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയ ചില സാധനം ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എൻ്റെ വള്ളിക്ക് നീളമുള്ളൊരു കരിമുണ്ട, അതിന് ഇതുപോലെ ആയുസ് കൂടുതലുണ്ടെന്നുള്ളതാണ് അറിവ്. ഞാനത് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അത് വിജയിക്കുകയാണെങ്കിൽ ഞാനത് തുടരുന്നതായിരിക്കും. പഠനം എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് എൻ്റെ SLC പഠനം പഠിച്ചത് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൊട്ടൻകാട്ടിലായിരുന്നു. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ചെയ്തത് ഒരു പാരലൽ കോളേജിലാണ്, ലൂമൻ കോളേജ് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന ഒരു പാരലൽ കോളേജിലാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ PG ചെയ്യാനായിട്ട് ബീഹാറിൽ പോവുകയുണ്ടായി. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു PG കോഴ്സ് ചെയ്തു. അത് ചെയ്ത് ജയിച്ചതിന് ശേഷം ഞാൻ അവിടെ തന്നെ ഒരു 6 മാസം മാനേജറായിട്ട് ജോലി ചെയ്തു. അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾ കുറേ ആൾക്കാർ UK അന്ന് IELTS എഴുതി വിജയിച്ച് കഴിഞ്ഞാൽ കയറിപ്പോൾ ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ടും പറ്റാതിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വിഡ്രോ ചെയ്തു. പിന്നെ അതിനുശേഷം തിരിച്ച് കേരളത്തിലേക്ക് പോരുകയാണ്. വന്നതിന് ശേഷം ആദ്യം തന്നെ എനിക്ക് HIV/AIDS ഒരു പ്രോജക്റ്റിൽ ഒരു കൗൺസിലറായിട്ട് ജോലി കിട്ടി. അതിനുശേഷം അതിലുള്ള ഒരു സക്സസ് ഉണ്ടായതുകൊണ്ട് UK നിന്നൊരു ടീമുണ്ടായിരുന്നു, DFID എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരാണ് ഫണ്ടിങ് ഏജൻസി. അവർ വന്നതിന് ശേഷം അവർ എൻ്റെ വർക്കിൽ അപ്രീസിയേഷൻ നൽകുകയും അതിൻ്റെ ഫലമായിട്ട് അവർ വീണ്ടും ഫണ്ട് ചെയ്യണ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റായിട്ടുള്ള HLFPT എന്ന് പറയും, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലേക്ക് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ നിലവിൽ എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികൾ 2 പേരുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട്. എൻ്റെ ഭാര്യ പഞ്ചായത്തിലെ ഓഡിറ്റിംഗ് ആണ്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം തൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ബൈസൺവാലി പഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന, പ്രത്യേകിച്ച് ഏലം കൃഷി മരുന്ന് തളിക്കുകയോ അല്ലെങ്കിൽ വളപ്രയോഗങ്ങളോ ഇല്ലാതെ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുന്ന ഷാജി തോമസ് പാരിക്കപ്പള്ളിയിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ഷാജി തോമസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. ജലസംരക്ഷണം പറമ്പുകളിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഏകദേശം 3000 മില്ലിമീറ്റർ ശരാശരി വാർഷിക മഴയും 44 നദികളും ആയിരക്കണക്കിന് തോടുകളും അരുവികളും തടാകങ്ങളുമൊക്കെയായി വിപുലമായ ജലസമ്പത്തുള്ള നമ്മുടെ സംസ്ഥാനത്ത് വർഷകാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും അനുഭവപ്പെടുന്നു. ശരിയായ രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കാത്തതുമൂലവും പെയ്യുന്ന മഴ മുഴുവൻ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നതുമൂലവും അതിരൂക്ഷമായ ജലപ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം. കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും പല മടങ്ങും ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളവും മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ആളോഹരി വാർഷിക ജലലഭ്യത 13,000 ലിറ്റർ മാത്രമാണ്. അതേസമയം ഇന്ത്യയിലെ ആളോഹരി വാർഷിക ജലലഭ്യത 18,000 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മഴവെള്ളം അമൂല്യമാണ്. അത് ഒഴുക്കിക്കളയരുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. മഴവെള്ളമാണ് ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി ഭൂഗർഭജലമായി സംഭരിക്കപ്പെടുന്നത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വഴിയൊരുക്കുകയും ചെയ്താലേ ഭൂഗർഭജലവിതാനം ഉയർന്ന് നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ജലം സംരക്ഷിക്കപ്പെടുമ്പോൾ മണ്ണും സംരക്ഷിക്കപ്പെടുന്നു. ഫലപുഷ്ടിയുള്ള മണ്ണ് ഏതൊരു കർഷകൻ്റെയും സ്വപ്നമാണ്. എന്നാൽ വളക്കൂറുള്ള മേൽമണ്ണും ഈർപ്പവും കൃഷിഭൂമിയിൽ നിന്ന് ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാർഷികോൽപാദനത്തിൽ വമ്പിച്ച നഷ്ടത്തിന് ഇടയാക്കുന്നു. മഴവെള്ളം സ്വന്തം പുരയിടത്തിൽ നിന്നും എത്രയും വേഗം പുറത്തേക്ക് ഒഴുക്കിക്കളയാനാണ് അധികം പേരും ശ്രമിക്കുന്നത്. അവിടെ നിന്നും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തുകളും വൻ തുക മുടക്കി
നിർമ്മിച്ചിട്ടുള്ള വെള്ളം ചോരാത്ത കോൺക്രീറ്റ് ചാലുകളിലൂടെ പായുന്ന ജലത്തിന് തോടുകളും പുഴകളും താണ്ടി കടലിലെത്താൻ അധിക സമയം വേണ്ടിവരില്ല. കിഴക്ക് സഹ്യാദ്രിയിൽ പെയ്യുന്ന മഴവെള്ളം ഇപ്പോഴത്തെ അവസ്ഥയിൽ 18 മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ ചെന്ന് ചേരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ജലക്ഷാമത്തിൻ്റെ കാരണങ്ങൾ ബോധ്യമായിരിക്കെ അവയ്ക്കുള്ള പരിഹാരങ്ങൾ തേടുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. പ്രാദേശികമായി പ്രത്യേകതകളുള്ള മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലും അവിടേക്ക് യോജിച്ച തിരുത്തലുകളും ഇടപെടലുകളുമാണ് വേണ്ടത്. മഴവെള്ളത്തിൻ്റെ കുത്തിയൊലിപ്പ് തടഞ്ഞ് വെള്ളത്തെ അതാത് പ്രദേശത്ത് ഊർന്നിറങ്ങുന്നതിന് സഹായിക്കുകയും അതുവഴി മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് നാം മണ്ണ് ജലസംരക്ഷണം കൊണ്ടുദ്ദേശിക്കുന്നത്. ഭൂജല പരിപോഷണത്തിനും ജലപുനരുജ്ജീവനത്തിനും കൃഷി അധിഷ്ഠിതമായ സ്വാഭാവിക മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളും ജലസംരക്ഷണ നിർമ്മിതികളും നടപ്പിലാക്കാവുന്നതാണ്. ഈ മാർഗങ്ങളിൽ അനുയോജ്യമായവ സ്വന്തം പുരയിടത്തിൽ തന്നെ പ്രാവർത്തികമാക്കുന്നത് അതാത് സ്ഥലത്തെ മണ്ണ് ജലസംരക്ഷണത്തിന് ഏറെ സഹായകരമാണ്. അതിൽ തെങ്ങിൻ തോപ്പുകളിലും ചെറുപുരയിടങ്ങളിലും ആവർത്തിക്കാവുന്ന എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ജലസംരക്ഷണ മാർഗമാണ് മഴക്കുഴി നിർമ്മാണവും പുതയിടലും. ഉപരിതല ജലത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഒഴുക്കിനെ തടയാനും മഴവെള്ളത്തെ കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിർത്താനും മഴക്കുഴി നിർമ്മാണം തീർച്ചയായും ഉപകരിക്കും. പക്ഷേ ഭൂമിയുടെ സ്ഥാനം, ഉപരിതലത്തിൻ്റെ ചെരിവ്, മണ്ണിൻ്റെ തരം, ഘടന, ഭൂവിനിയോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചതിനു ശേഷമേ മഴക്കുഴി നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാവൂ. ചെരിവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ വൃക്ഷ വിളകൾക്കിടയിലാണ് മഴക്കുഴികൾ ഏറ്റവും യോജിച്ചത്. മണ്ണിന് നല്ല നീർവാഴ്ച ഗുണവും ആഴവുമുള്ള പ്രദേശങ്ങളാണ് മഴക്കുഴി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം. മഴവെള്ള കൊയ്ത്തെന്നാൽ മഴക്കുഴി നിർമ്മാണം എന്ന ധാരണ തെറ്റാണ്. മഴക്കുഴി എന്നാൽ വെള്ളം പിടിച്ചു നിർത്തി ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കണം. 1 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും 50 സെൻറ്റിമീറ്റർ ആഴത്തിലുമുള്ള കുഴികൾ എല്ലാ ഭൂപ്രകൃതിക്കും യോജിക്കുന്ന തരത്തിലുള്ളതാണ്. ഓരോ മഴ വരുമ്പോഴും ഈ കുഴികൾ നിറയുകയും അത്രയും ജലം മണ്ണിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓരോ കുടുംബത്തിനും 1 ഘനമീറ്റർ വെള്ളം വീതം ഈ രീതിയിൽ സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം 55 ലക്ഷം ഘനമീറ്റർ വെള്ളം കേരളത്തിലാകെ സംരക്ഷിക്കാൻ സാധിക്കും. മണ്ണിടിഞ്ഞ് നികന്നു പോകുന്ന നേർക്കുഴികൾ ഓരോ മഴക്കാലത്തിന് മുൻപും മണ്ണ് മാറ്റി മഴയെ സ്വീകരിക്കാൻ തയ്യാറാക്കണം. ചരിവുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ കുഴികളെടുത്ത് ചരിവിൻ്റെ താഴ്ഭാഗത്ത് മണ്ണിട്ട് വരമ്പാക്കുകയും തീറ്റപ്പുല്ല്, കൈതച്ചക്ക, രാമച്ചം, ഈറ മുതലായവ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. 16 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ കുഴികൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമാകും. മണ്ണൊലിപ്പിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ഫലവത്തായും ചെലവ് കുറഞ്ഞും അനുവർത്തിക്കാവുന്ന ഒരു നടപടിയാണ് പുതയിടൽ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനു മുകളിൽ ഒരു ആവരണമായി പുതച്ചിടുന്നതിനാണ് പുതയിടൽ എന്ന് പറയുന്നത്. ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിൻ്റെ ജലാംശം വർദ്ധിപ്പിച്ച് ജലാഗീകരണശേഷി കൂടുന്നതിനും പുതയിടൽ ഫലപ്രദമാണ്. കർഷകരുടെ പുരയിടങ്ങളിൽ ഈ 2 രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ചതുവഴി തെങ്ങിൻ തടങ്ങളിലെയും വാഴ തടങ്ങളിലെയും മണ്ണിൻ്റെ ജലാംശം 45% വരെ ഉയർത്താനും കിണറുകളിലെ ജലസംവിധാനത്തിൻ്റെ അളവ് 20 സെൻറ്റിമീറ്റർ വരെ ഉയർത്താനും സാധിക്കും. വരൾച്ച വരുമ്പോൾ മാത്രം ജലസംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കുകയും മഴ താഴെ വീഴുമ്പോഴേക്കും അതെല്ലാം മറക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാനുള്ള തികച്ചും ജനകീയമായ യജ്ഞമാണ് തുടങ്ങേണ്ടത്. പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന അത്തരം വികേന്ദ്രീകൃത സംരംഭങ്ങളായിരിക്കും കേരളത്തിലെ ജലദൗർലഭ്യം പരിഹരിക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. കിസാൻ വാണി സമാപിക്കുന്നു.